ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള കട്ടിയുള്ള കാർഡ്ബോർഡോ കട്ടിയില്ലാത്ത കാർഡ്ബോർഡോ ഇതൊന്നും അല്ലെങ്കിൽ ബുക്ക് പേപ്പർ ആയാലും കട്ടിയുള്ള നമ്മുടെ ബുക്കിൻ്റെ ബൈൻഡ് ആയാലും നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു റൗണ്ട് വരച്ചെടുക്കുന്നുണ്ട്. നമ്മളൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് ആ ഒരു റൗണ്ട് വരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു സൈസിലുള്ള എന്ത് ഐറ്റം വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അളവെടുക്കാം. അല്ലെങ്കിൽ കോമ്പോസ് വെച്ചിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചെടുത്താൽ മതി. എന്നിട്ട് അതിനെ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അത് ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അങ്ങനെ നമ്മൾ ആ ഒരു സർക്കിൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് തെർമോക്കോളാണ്. അതിനെ ജസ്റ്റ് ഒരു പീസ് ഇതുപോലെ ഒന്ന് തെർമോക്കോൾ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം സൂക്ഷിച്ചിട്ട് കട്ട് ചെയ്തൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ മതി കൈ മുറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് എടുക്കുക. ആദ്യമായിട്ട് ഈ ഒരു തെർമോക്കോൾ കട്ടർ മേടിച്ച് ആദ്യത്തെ യൂസിൽ തന്നെ എൻ്റെ കൈ നല്ല രീതിയിൽ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരൻസിൻ്റെ സഹായത്തോടു കൂടി മാത്രം ഇങ്ങനെയുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുക. പിന്നെ ബ്ലൈഡൊക്കെ വെച്ചിട്ടുള്ള ക്രാഫ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ പേരൻസിൻ്റെ ഹെൽപ്പോടു കൂടി ചെയ്തെടുക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിൽ നന്നായിട്ട് തെർമോക്കോൾ കട്ട് ചെയ്തു. ഇനി ഇതുപോലുള്ള ആ ഒരു പോർഷനൊക്കെ ഇതുപോലത്തെ പോർഷനൊക്കെ നന്നായിട്ടൊന്ന് നമ്മുടെ ബ്ലൈഡ് വെച്ചിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കർവൊക്കെ നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടണം. അപ്പോൾ അതുപോലെ ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടുകാരെ നമ്മൾ ഇടയ്ക്ക് തെർമോക്കോൾ യൂസ് ചെയ്തിട്ടൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ അത് കണ്ടു, ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇതുപോലെ കിട്ടുന്ന ഈ ഒരു തെർമോക്കോൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രസൻറ്റേഷനൊക്കെ ഓരോരുത്തർ കൊണ്ടുവരത്തില്ലേ, അപ്പോൾ ആ ഒരു പ്രസൻറ്റേഷൻ്റെ അകത്തിരിക്കുന്ന ആ ഒരു തെർമോക്കോളാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ ഇനി നിങ്ങൾ കളയണ്ട, എടുത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്ത ആ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ട് അതുപോലെയൊക്കെ ഒന്ന് മാക്സിമം ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിൽ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഒരു വൃത്തികേടൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് നമുക്കത് കിട്ടും. അപ്പോൾ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള 1-2 സാൻഡ് പേപ്പർ നിങ്ങൾ കളക്ട് ചെയ്ത് വച്ചാൽ നമുക്ക് പെട്ടെന്നൊക്കെ ക്രാഫ്റ്റ് നല്ല രീതിയിൽ ഫിനിഷ് ലുക്കോട് കൂടി ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മളത് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ആ ഒരു ആദ്യ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു കാർഡ്ബോർഡിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു തെർമോക്കോൾ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ ഇത് അടുത്തതായിട്ട് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള പിസ്താഷ്യൽ എടുത്തിട്ടുണ്ട്. പിസ്താഷ്യൽ എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു തെർമോക്കോളിൻ്റെ ചുറ്റും ഈ കാണിക്കുന്നത് പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഫെവിക്കോൾ എടുക്കണം എന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, തെർമോക്കോളിൽ നമ്മുടെ ഗ്ലൂ ഗണ്ണോ അതല്ലാതെ ഫെവി ബോണ്ടോ അങ്ങനത്തെ ഗ്ലൂ ഒക്കെ എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് അത് മെൽറ്റായി പോകും. നമ്മുടെ ഈ ഒരു തെർമോക്കോൾ മെൽറ്റായി പോകും. പിന്നെ നമ്മൾ ചെയ്യുന്നവർക്ക് അത്രയും വേസ്റ്റായി പോകും, അത്രയും നമ്മൾ ചെയ്തെടുത്ത സമയം വേസ്റ്റായി പോകും. അതുകൊണ്ട് ആ ഒരു തെർമോക്കോൾ ഒട്ടിക്കുമ്പോഴത്തേനും നിങ്ങളിതുപോലെ ഫെവിക്കോൾ മാത്രം യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാം. മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ഒരു പിസ്താഷ്യല്ല നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗ്ലൂ വെച്ചിട്ട് വേണമെങ്കിൽ ഒട്ടിക്കാം. പിന്നെ ഞാൻ ഫെവിക്കോളാണ് ഈ ഒരു ക്രാഫ്റ്റിന് മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് എല്ലാം നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തത്. ഫെവിക്കോൾ ആകുമ്പോൾ ഒരു പിസ്താഷ്യല് ഇളകാതെ, അതായത് നമ്മൾ ടൈം എടുത്താലും നല്ല രീതിയിൽ ഇളകാതെ എത്ര കാലം വേണമെങ്കിൽ അത് ഇരുന്നോളും. പിന്നെ ഈ ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും ഇത്തിരി ചൂടൊക്കെ കൂടുന്ന സമയത്ത് നമ്മുടെ വോളിൽ വെച്ചിരുന്നാലും അത് പെട്ടെന്ന് മെൽറ്റായി ഇളകി വരാൻ സാധ്യതയുണ്ട്. ചൂട് കൂടുമ്പോഴത്തേനും ആ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ മെൽറ്റായിട്ട് അത് നമ്മൾ എന്താണോ ഐറ്റം നമ്മൾ ഒട്ടിക്കുന്നത് അത് മെൽറ്റായിട്ട് തന്നെ ഉരുകി വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫെവിക്കോളാണ്. അതുകൊണ്ട് നമ്മുടെ ഇത് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇത് നമ്മുടെ വോളിൽ ഹാങ് ചെയ്ത് കുറേ കാലത്തേക്ക് വച്ചിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് ഞാൻ ഫെവിക്കോൾ തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് അത്രയും പിസ്താഷ്യലിൽ ഒട്ടിച്ചു. ഇനി അതിൻ്റെ മുകളിലായിട്ട് ബാക്കി പിസ്താഷ്യലിലൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ പിസ്താഷ്യലിലേക്ക് നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ? ഇത്രയും കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഫോം ഷീറ്റാണ്. ഇതിലുള്ളവർ ഇത് എടുക്കുക, ഇതില്ലാത്തവർ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ കയ്യിലുള്ള നോർമൽ കാർഡ്ബോർഡ് പീസല്ല, ഇത്തിരി കട്ടിയുള്ള ബുക്കിൻ്റെ ബൈൻഡ് പോലുള്ള എന്തെങ്കിലും ഐറ്റംസോ
അല്ലെങ്കിൽ കട്ടിയുള്ള ഏതെങ്കിലും പേപ്പേഴ്സൊക്കെ ഉണ്ടാവില്ലേ, അതിൽ ഇതുപോലെ ഇലയുടെ മോഡലിൽ വരച്ചു കൊടുത്തിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ കയ്യിലുള്ള ഇതുപോലെ ലീഫിന് ആർട്ടിഫിഷ്യൽ ലീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ബുക്ക് പേപ്പറിലായാലും കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഗ്രീൻ കളർ അടിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ നമ്മളൊരു ലീഫ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതേ അളവ് വെച്ചിട്ട് ബാക്കിയുള്ള ലീഫും ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഒട്ടിച്ചു കൊടുത്ത് നമ്മുടെ തെർമോക്കോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതുപോലുള്ള ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ മുകളിലായിട്ടൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. പിന്നെ കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഈ ഒരു പിസ്താ ഷെല്ലിൽ ഈ ഒരു ക്രാഫ്റ്റ് മാത്രമല്ല, നമ്മൾ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് കിട്ടുന്ന പിസ്താ ഷെല്ലുകളൊന്നും കളയാതെ എടുത്ത് വെച്ചിട്ട് ഇതുപോലുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുക. സിമ്പിളായിട്ടുള്ള വർക്കുകളാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്, വലിയ ടഫായിട്ടൊന്നും അങ്ങനെ ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ പറ്റുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തതായിട്ട് യെല്ലോ കളറും ഓറഞ്ച് കളറും കൂടെ മിക്സ് ചെയ്ത് ഞാൻ അടിച്ചു കൊടുക്കുവാണ്. പക്ഷേ രണ്ടും മിക്സ് ചെയ്തപ്പോഴത്തേനും ഓറഞ്ച് കളർ മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓറഞ്ച് കളറോ അല്ലെങ്കിൽ നല്ല എൻ്റെ കയ്യിൽ ഡാർക്ക് യെല്ലോ ഇല്ല കേട്ടോ, ഏതാണ്ട് ഒരു ലൈറ്റ് ഷെയ്ഡുള്ള യെല്ലോ കളറാണ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഓറഞ്ച് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിസ്താ ഷെല്ല് മൊത്തത്തിൽ ഈ ഒരു ഓറഞ്ച് കളർ പെയിൻ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ഓറഞ്ച് കളർ പെയിൻ്റ് അടിച്ചിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണമെങ്കിൽ ഈ പിസ്തയുടെ താഴ്ഭാഗത്തായിട്ട് ജസ്റ്റ് ലൈറ്റ് യെല്ലോ കളറൊക്കെ അടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് അടിച്ചു കൊടുക്കുക. ജസ്റ്റ് 1-2 തുള്ളി വെള്ളം നമ്മൾ ഈ ഒരു പെയിൻ്റ് അടിക്കുമ്പോൾ ആഡ് ചെയ്യുവാണെങ്കിൽ അത് നല്ല ഭംഗി ഉണ്ടായിരിക്കും, നല്ല ഫിനിഷിംഗ് ലുക്കിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ പെയിൻ്റ് അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പിസ്താ ഷെല്ല് നന്നായിട്ട് ഉണങ്ങണം, എന്നിട്ട് മാത്രമേ ഈ ഒരു പെയിൻ്റ് അടിയിലോട്ട് കിടക്കാവൂ, അല്ലെങ്കിൽ അത് ആകെപ്പാടെ കൊളായി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഇതേ നമ്മുടെ ഫോം ഷീറ്റ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒട്ടിക്കുന്ന ഈ ഒരു മെത്തേഡ് പോലെ നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് ഒട്ടിക്കേണ്ട ആ ഒരു രീതി മനസ്സിലാവും. അല്ലാതെ ഒരു സൈഡിൽ നിന്നേ ഒട്ടിച്ചു തുടങ്ങുമ്പോഴത്തേനും ചിലപ്പോൾ ഫിനിഷിംഗ് ലുക്ക് അല്ലെങ്കിൽ ഭംഗിയൊന്നും കാണാൻ തോന്നത്തില്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇലകൾ ഇനിയും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ആ സ്പേസ് കിടക്കുന്ന ഭാഗങ്ങളിൽ ഇനിയും നിങ്ങൾക്ക് ഇലകൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ ഇത്രയും നന്നായിട്ട് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒട്ടിയതിന് ശേഷം മാത്രം ഇത് മറിച്ചിടാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഇത് നന്നായിട്ട് ഒട്ടി കിട്ടി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കാം. ഇനി നമ്മുടെ ആ ഒരു ലീഫിലോട്ട് ഞാൻ ഡാർക്ക് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. ഗ്രീൻ്റെ തന്നെ പല ഷെയ്ഡ്സ് ഉണ്ട്, അതിൽ ഡാർക്ക് കളർ, ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്കും എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് ആ ഒരു ലീഫിൻ്റെ ചെറിയ ചെറിയ വെയിൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. പുതിയ കൂട്ടുകാരി ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക്. അപ്പോൾ ഇത് ഞാൻ യൂസ് ആക്കുന്നത് നമ്മുടെ വോളിലൊക്കെ ഹാങ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ റൂമിൽ ഇതുപോലത്തെ 5-6 ഐറ്റംസ് ഒക്കെ നമുക്ക് വേണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് വാൾ ഹാങ്ങിങ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ.